ഒടുവിൽ അത് സംഭവിക്കുകയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശിൽ അധികാരം മാറി ഷെയ്ഖ് ഹസീന നമ്മുടെ രാജ്യത്തേക്ക് വന്നപ്പോൾ അവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വ്യാപകമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ആ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഓരോ സംസ്ഥാനങ്ങളിൽ പല ആൾക്കാരും ഉച്ചത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും നമ്മുടെ രാഷ്ട്രപതിയോടും സുപ്രീം കോടതിയോടും ഒക്കെ ചോദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യ RSS ഭരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അയൽ രാജ്യത്തിൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണ് എന്ന് ആ സമയം വളരെ വലിയ രീതിയിൽ പ്രധാനമന്ത്രിക്ക് നേരെ വിമർശനങ്ങൾ എല്ലാം ഉയരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ബംഗ്ലാദേശികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ സാധിക്കുമോ? അത് മറ്റൊരു രാജ്യമാണ്, നമുക്കൊരിക്കലും അതിന് സാധിക്കില്ല. ക്ഷമയോടെ കാത്തിരുന്നു. നമുക്ക് വേണ്ടത് ഒരു പെർമനന്റ് സൊല്യൂഷനാണ്. ബംഗാളിൽ മമതാ ബാനർജി എന്ന് പറയുന്ന ഭൂതത്തെ തൂത്തെറിഞ്ഞു BJP. അതുവരെ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനും അടക്കം വന്ന് താമസിപ്പിച്ച് അവൻ ആധാർ കാർഡും റേഷൻ കാർഡും കൊടുത്ത് മമതാ ബാനർജി പോറ്റി വളർത്തിയിരുന്നു. അതേസമയം ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഹിന്ദുക്കളെ മമതാ ബാനർജി തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നാൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ CM സുവേന്ദു അധികാരി അദ്ദേഹം പറയുന്നത്, ബംഗ്ലാദേശിൽ നിന്ന് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഹിന്ദുക്കളുടെ ആപ്ലിക്കേഷനുകൾ, ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷനുകൾ ഇവിടെ എത്തുകയാണ്, ഞങ്ങളത് പരിഗണിക്കുകയാണ് CAA നിയമപ്രകാരം എന്ന് പറയുകയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് എത്ര ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് എന്നുള്ളത്. അതായത് ഓരോ കാര്യത്തിനും ഓരോ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ പ്രകാരം ഇപ്പോൾ ഈ കാര്യം നടക്കുമ്പോൾ, ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരാനായി പോകുമ്പോൾ ഇപ്പോൾ എത്ര സുന്ദരമായാണ് ഈ CAA ഒക്കെ നിർവചിക്കപ്പെടുന്നത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും. എന്തായാലും പ്രോസിക്യൂട്ടഡ് ഹിന്ദുസിന്റെ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ആ ഒരു നീക്കം, അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ സുവേന്ദു അധികാരി ഉയർത്തിക്കാട്ടി ഞാനിത് പരിശോധിക്കുകയാണ് എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് അവിടെ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് വരാൻ പോവുകയാണ്. BJP ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിലേക്ക് വരാൻ പോവുകയാണ്. ജസ്റ്റ് സൂചന.